ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇന്നൊരു വചനം വായിക്കാൻ ആഗ്രഹിക്കുന്നു. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എൻ്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഇവിടെ ഈ വചനത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് കർത്താവിൻ്റെ ഒരു പ്രോമിസാണ്, നമുക്കൊരു വാഗ്ദാനമാണ് കഴിയുന്നത്. ചില നാളുകളിൽ നമ്മളെ പരീക്ഷിപ്പാൻ, അല്ലെങ്കിൽ നമ്മളെ ചില നാളുകളിൽ കളഞ്ഞ ചില വിഷയങ്ങളുടെ മധ്യത്തിൽ, നാം ആയിരുന്ന മേഖലകളുടെ മധ്യത്തിൽ നമ്മൾ വിഷയങ്ങളൊന്ന് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, അതെത്ര നാൾ നമ്മൾ ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ ഭാരപ്പെട്ടിരുന്നോ, എത്ര നാൾ നമ്മൾ ആ വിഷയത്തിൻ്റെ മധ്യത്തിൽ ഞെരുങ്ങിക്കൊണ്ടിരുന്നോ, അത്രയും നാൾ ആ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. അതായത് എത്ര നാൾ നീ കരഞ്ഞുകൊണ്ടിരുന്നോ, ഒരുപക്ഷെ ചില വിഷയങ്ങളുടെ മധ്യത്തിലായിരിക്കാം, ഒരുപക്ഷെ ചില വ്യക്തികളുടെ മധ്യത്തിലായിരിക്കും. എത്ര നാൾ, ഒരു പീരീഡ് ഓഫ് ടൈം നീ ആ വിഷയത്തിന് മുന്നിൽ ഹൃദയം നുറുങ്ങിയും മനസ്സ് തകർന്നും വിഷമിച്ചും നിന്റെ കുറേ നാളുകൾ നഷ്ടപ്പെട്ടു പോയതാണ്. വിട്ടിലും പച്ചപ്പുഴും ഒക്കെ ഇവിടെ സംവത്സരങ്ങൾ നഷ്ടപ്പെടുത്തിയതുപോലെ ചില സംവത്സരങ്ങൾ, ചില വർഷങ്ങൾ, ചില പീരീഡ് ഓഫ് ടൈം നിനക്ക് നഷ്ടപ്പെട്ടു പോയതാണ്. എന്നാൽ ഇവിടെ ദൈവവചനം പറയുന്നു, ആ വിഷയം വെച്ച് നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. എത്ര വർഷം നീ ഞെരുങ്ങിക്കൊണ്ടിരുന്നോ, എത്ര വർഷം നീ ഹൃദയം നുറുങ്ങിക്കൊണ്ടിരുന്നോ, ആ വർഷത്തിന് തക്കതായ പകരം, അതിന് തക്ക പകരം ഇരട്ടിയായി കർത്താവ് നൽകും എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയ ദൈവമക്കളെ, പ്രിയ കുഞ്ഞെ, പ്രിയ യുവാവെ, യുവതിയെ, നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ മധ്യത്തിൽ കഴിഞ്ഞ നാളുകൾ വിഷമിച്ചും ഭാരപ്പെട്ടുമായിരുന്നു, ആ വിഷയം കർത്താവിൻ്റെ കരുത്തിലേക്ക് സമർപ്പിക്കുക. ആ സംവത്സരങ്ങൾക്ക്, ആ ടൈം പീരീഡിന് തക്കതായ പകരം ഒരു പുതിയ വർഷത്തിൽ, ഒരു പുതിയ ടൈം പീരീഡിൽ കർത്താവ് ഒരു പുതിയ സീസണിൽ നിങ്ങളെ ഒരുക്കും. ആമേൻ, ഹല്ലേലൂയ. കർത്താവ് ആ ദിവസത്തിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾക്ക് ആ സമയത്ത് ആ ടൈം പീരീഡിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ചിലപ്പോൾ നിങ്ങളുടെ സമയമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ കരിയറായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പഠനമായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളായിരിക്കാം. അതെന്തു തന്നെ ആയിരുന്നാലും, ഇയ്യോബിന് ചില വർഷങ്ങൾ കഷ്ടപ്പെട്ട് ആയിരിക്കേണ്ടി വന്നാലും അതിന് ഇരട്ടി പ്രതിഫലം കൊടുത്ത കർത്താവ്, നിങ്ങൾ ഏത് വിഷയത്തിൻ്റെ മധ്യത്തിൽ, ഏത് ഭാഗത്തിൻ്റെ മധ്യത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നോ, അതിന് ഇരട്ടിയായി കർത്താവ് പ്രതിഫലം നൽകുവാൻ പോകുന്നു. വിഷയം വെച്ച് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.